നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ നാളെ റയൽ മാഡ്രിഡ് ബയേൺ മ്യൂണിക്കുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ആ കളിക്ക് സംതിങ് ഡിഫറൻറ്റ് അൽവാരോ ആർബിലോവോ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കിലിയൻ എംബാപ്പെ വളരെ ഹാപ്പിയാണ്. റയലിൽ കളിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എംബാപ്പയുടെ വാക്കുകൾ ആദ്യം നോക്കാം. അദ്ദേഹം പറയുന്നു, പ്ലേയിങ് ഫോർ റയൽ മാഡ്രിഡ് ഈസ് ലൈക്ക് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് പോലെയാണ് റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്കെൻ്റെ പാഷൻ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്. ഇവിടെ ബെസ്റ്റ് മാച്ചസ് എനിക്ക് കളിക്കാൻ പറ്റുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബിലാണ് ഞാനുള്ളത്. ഞാൻ ഹാപ്പിയാണ് എന്ന് കിലിയൻ എംബാപ്പെ പറയുന്നു. സോ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് റയലിന് വേണ്ടി കളിക്കുക. അങ്ങനെയാണ് എംബാപ്പെ അതിനെ കാണുന്നത്. അപ്പോൾ വലിയ ഒരു ടെസ്റ്റ് നാളെ വരുന്നുണ്ട്. അത് എംബാപ്പയ്ക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും, റയലിന് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാലോ, ഇപ്പോൾ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റി പുറത്തിരുന്ന നാളുകളിൽ ഇനി ടീമിൻ്റെ മുന്നേറ്റങ്ങളെ മികച്ച രൂപത്തിൽ നയിക്കുകയും അവരുടെ ടീം നിരന്തരം വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ വേണ്ട വിധത്തിലുള്ള ഒരു മികവ് ടീമിന് കാണുന്നില്ല. ഇനി നാളത്തെ കളിക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളും നീക്കങ്ങളുമൊക്കെ അൽവരോ ആർബിലോവോ പ്ലാൻ ചെയ്യുന്നു, സംതിങ് ഡിഫറൻറ്റ് പ്ലാൻ ചെയ്യുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. അതായത് ഫെഡെ വാൽവെർദെ നമ്പർ 6 റോളിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വരുന്ന വിവരം. ആർബിലോവ ഗിറോണയ്ക്കെതിരെ കമവിംഗയെ ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആ ടെസ്റ്റിൽ അദ്ദേഹം ഫെയിൽഡായി. അതുകൊണ്ട് അദ്ദേഹത്തെ ആ പൊസിഷനെ ഏൽപ്പിക്കുന്നില്ല എന്ന വിവരമാണ് വരുന്നത്. അപ്പോൾ ജൂഡ് ബെല്ലിംഗാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫെഡെ വാൽവെർദെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കും. തിയാഗോ പിറ്റാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരേ ഒരു ഡൗട്ട് ഇപ്പോൾ ആൽവരോ ആർബിലോവയ്ക്കുള്ളത്, ആർദ ഗുളറെ കളിപ്പിക്കണോ ബ്രാഹിമിനെ കളിപ്പിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രമേ സംശയമുള്ളൂ. ബാക്കി സംതിങ് ഡിഫറൻ്റ് ആയിട്ട് സ്ക്വാഡിനെ ഇറക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് വിവരങ്ങൾ. ഏതായാലും എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഇറക്കിയാലും ബയേണിനെ പോലൊരു ടീമിന് അലിയൻസ് അരീനയിലിട്ട് തോൽപ്പിക്കാൻ ഇപ്പോൾ റയലിന് കഴിയുമെന്നതാണ് ചോദ്യം. കാരണം അത്ര നല്ല ഫോമിലല്ല റയലുള്ളത്. എങ്കിലും അത് സാധിക്കുമെന്ന പ്രതീക്ഷയോടെ, ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്, ഈ ടീം റയലാണ്, UCL അവർ വേറെ ലെവൽ കളി കളിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.